അരി ആവശ്യപ്പെട്ട് ബംഗ്ലാദേശ്. വാചക കസർത്തുകൾക്കിടയിലും ഇന്ത്യയിൽ നിന്ന് അരി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് ബംഗ്ലാദേശ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 24,690 മെട്രിക് ടൺ അരിയുമായിട്ടാണ് കപ്പൽ ബംഗ്ലാദേശിലേക്ക് തിരിച്ചിരിക്കുന്നത്. MV തൈനൈസ് ഡ്രീം എന്ന കപ്പലാണ് ബംഗ്ലാദേശിലേക്കുള്ള അരിയുമായി ഇന്ത്യയിൽ നിന്നും കപ്പൽ യാത്ര തിരിച്ചിരിക്കുന്നതും. ബംഗ്ലാദേശിന്റെ ആഭ്യന്തര ക്ഷാമം പരിഹരിക്കുന്നതിനുള്ള അരിയാണിത്. ഡിസംബർ 23-ന് മുഹമ്മദ് യൂനസ് ആഭ്യന്തര ക്ഷാമങ്ങൾക്കിടയിലും അടിയന്തര സഹായത്തിനായി ഇന്ത്യയെ സമീപിച്ചിരുന്നു. തുടർന്നാണ് ബംഗ്ലാദേശിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി അരി നൽകാൻ ഇന്ത്യ തീരുമാനിച്ചത്. ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് ബംഗ്ലാദേശ് സർക്കാരിന് വാചക കസർത്ത് മാത്രമേ ഉള്ളൂ. പട്ടിണിയില്ലാതെ ജീവിക്കണമെങ്കിൽ അരി വേണം. അതിന് ഇന്ത്യയുടെ സഹായം മതിയായേ തീരൂ. ഇന്ത്യക്ക് മുന്നിൽ ഭീഷണി മുഴക്കിയവരുടെ വീര്യം അന്നത്തിന് മുന്നിൽ തല താഴ്ന്ന കാഴ്ചയാണിപ്പോൾ സംജാതമായിരിക്കുന്നതും. അതേസമയം 2024 ഫെബ്രുവരി 1-ന് 2023-24 സാമ്പത്തിക വർഷത്തേക്കുള്ള ഇടക്കാല ബഡ്ജറ്റിന്റെ ഭാഗമായി ഇന്ത്യ ബംഗ്ലാദേശിന് 130 കോടി രൂപ ഗ്രാന്റ് പ്രഖ്യാപിച്ചിരുന്നു. വിവിധ വികസന സംരംഭങ്ങളെ പിന്തുണയ്ക്കുന്നതിനായാണ് ഈ സാമ്പത്തിക സഹായം അനുവദിച്ചത്. 2022 സെപ്റ്റംബർ 6-ന് ഇന്ത്യ ബംഗ്ലാദേശിന് $9.5 ബില്യൺ ഇളവുള്ള വായ്പ നൽകിയിരുന്നു. ബംഗ്ലാദേശിന്റെ ദേശീയ ഗ്രിഡിലേക്ക് 1320 മെഗാവാട്ട് ചേർത്ത മൈത്രി സൂപ്പർ തെർമൽ പവർ പ്ലാന്റ് ഉൾപ്പെടെയുള്ള നിരവധി കണക്ടിവിറ്റി പ്രൊജക്ടുകളെ സഹായിക്കാനായിരുന്നു ഇത്. 2021 മാർച്ച് 27-ന് ബംഗ്ലാദേശിന് 1.2 ദശലക്ഷം വാക്സിൻ ഡോസുകൾ നൽകിയതും ഇന്ത്യയാണ്. 109 ജീവൻ രക്ഷാ ആംബുലൻസുകളും ഇന്ത്യ സമ്മാനിച്ചിരുന്നു. ഇത്രയേറെ സഹായങ്ങൾ കൈപ്പറ്റിയിട്ടാണ് ബംഗ്ലാദേശ് വീണ്ടും ഇന്ത്യക്കെതിരെ തിരിയുന്നതും. എന്നാൽ സഹായിക്കാൻ മാത്രമല്ല, തിരിഞ്ഞു കൊത്താൻ ശ്രമിച്ചാൽ സംരക്ഷിക്കാനും ഇന്ത്യ മടിക്കില്ല എന്നതാണ് ഈ സൂചനകൾ വ്യക്തമാക്കുന്നതും. ദിവസങ്ങൾക്ക് മുൻപാണ് ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് ബംഗ്ലാദേശ് ഇന്ത്യക്ക് നയതന്ത്ര കുറിപ്പ് നൽകിയത്. ഇതിന് ഇന്ത്യ കൃത്യമായി മറുപടി നൽകണമെന്നും ഇല്ലെങ്കിൽ ഉചിതമായ തീരുമാനമുണ്ടാകുമെന്നും യൂനസ് സർക്കാർ ഭീഷണിയും മുഴക്കിയിരുന്നു. അതിനു മുൻപേ തന്നെ പലതവണ ഇന്ത്യൻ പതാകയെ അപമാനിക്കുകയും ചെയ്തിരുന്നു. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിലേക്ക് കൈമാറണമെന്ന് ആവശ്യപ്പെട്ട കത്തിന് നിശ്ചിത സമയത്തിനുള്ളിൽ ഇന്ത്യ മറുപടി നൽകുമെന്ന് തനിക്ക് വിശ്വാസമുണ്ടെന്നായിരുന്നു മുഹമ്മദ് യൂനസ് പറഞ്ഞത്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ബംഗ്ലാദേശിലെ ജുഡീഷ്യൽ നടപടികൾക്കായി ഷെയ്ഖ് ഹസീനയെ കൈമാറണമെന്ന് ആവശ്യപ്പെട്ട് ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം ന്യൂഡൽഹിയിലെ മിഷൻ വഴി ഇന്ത്യൻ സർക്കാരിന് സന്ദേശം അയച്ചത്. മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്ന അന്നു മുതൽ ഷെയ്ഖ് ഹസീനയെ ഇന്ത്യ ബംഗ്ലാദേശിന് കൈമാറണമെന്ന ആവശ്യമാണ് ഉയർത്തുന്നതും. 2013-ൽ ഷെയ്ഖ് ഹസീന തന്നെ ഇന്ത്യയുമായി ഒപ്പുവെച്ച ഉടമ്പടി പ്രകാരം കുറ്റവാളികളെ കൈമാറാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ കരാറുണ്ട്. 1962-ലെ ഇന്ത്യയുടെ കുറ്റവാളി കൈമാറ്റ നിയമത്തിനു പുറമെ 2013-ൽ ഷെയ്ഖ് ഹസീന സർക്കാർ ഒപ്പുവെച്ച ഇന്ത്യ ബംഗ്ലാദേശ് കുറ്റവാളി ഉടമ്പടിയാണ് നിലവിലെ കേസിലെ സുപ്രധാന നിയമ ഉപകരണമായി പറയുന്നത്. 1962-ലെ കുറ്റവാളി നിയമത്തിലെ വകുപ്പ് 12 ക്ലോസ് 2 ഇന്ത്യയുടെ കൈമാറ്റ നിയമത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഈ കരാർ വിപുലീകരിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിന് കൈമാറാൻ ഇന്ത്യക്ക് നിയമപരമായ ബാധ്യത ഉണ്ടോ എന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ ഉറ്റുനോക്കുന്നതും. അതിനിടയിലാണിപ്പോൾ തങ്ങളുടെ രാജ്യം പട്ടിണിയിലാണ് എന്നും അതിനായി സ്വല്പം അരി തരണമെന്നും ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരിക്കുന്നതും. എന്നാൽ നിയമപരമായി തന്നെ ബംഗ്ലാദേശിന്റെ ആവശ്യം ഇന്ത്യക്ക് നിഷേധിക്കാം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതായത് ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകണമോ വേണ്ടയോ ഇല്ലയോ എന്ന കാര്യത്തിൽ. ഉടമ്പടിയിൽ ആർട്ടിക്കിൾ 8 പ്രകാരമാണിത്. ഉടമ്പടിയുടെ ആർട്ടിക്കിൾ 8 ക്ലോസ് 1 ക്ലോസ് എ ക്ലോസ് 3 പറയുന്നത് പ്രകാരം എല്ലാ സാഹചര്യങ്ങളും കണക്കിലെടുക്കുമ്പോൾ ഒരു വ്യക്തിയെ കൈമാറുന്നത് അന്യായമോ അടിച്ചമർത്തലിന്റെയോ ഭാഗമാകാൻ പാടുള്ളതല്ല. കൂടാതെ ആ വ്യക്തിക്കെതിരെയുള്ള ആരോപണം നീതിയുടെ താല്പര്യങ്ങളിൽ നല്ല വിശ്വാസത്തോടെ നടത്തപ്പെട്ടതല്ല എന്ന് വ്യക്തമാവുകയാണ് എങ്കിൽ വ്യക്തികളെ കൈമാറാതിരിക്കാം. 1962-ലെ കുറ്റവാളി കൈമാറ്റ നിയമത്തിന്റെ 29-ാം വകുപ്പിലും ഇതേ തത്വം പ്രതിഫലിക്കുന്നുണ്ട്. ഹസീനയുടെ കാര്യത്തിൽ ഈ വ്യവസ്ഥ ബാധകമായേക്കും. അവർ അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട സാഹചര്യവും അവരുടെ രാഷ്ട്രീയ എതിരാളികൾ ബംഗ്ലാദേശിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളും പരിശോധിക്കുകയാണെങ്കിൽ ഈ വാദത്തിന് ബലമുണ്ട് എന്നാണ് കണക്കാക്കാവുന്നതും. ബംഗ്ലാദേശിൽ ഹസീനയ്ക്കെതിരെയുള്ള ആരോപണങ്ങൾ പകൽ പോലും രാഷ്ട്രീയ ശത്രുക്കളുടെയും പകപോക്കലും അതിന്റെ ഫലമായിട്ടുള്ളതാണ്. അവരെ ബംഗ്ലാദേശിലേക്ക് തിരിച്ചയച്ചാൽ അവർക്ക് ന്യായമായ വിചാരണ ലഭിക്കാതിരിക്കാനുള്ള ഉയർന്ന അപകട സാധ്യതയുണ്ട്. ഇതൊക്കെ കണക്കിലെടുക്കുമ്പോൾ ആർട്ടിക്കിൾ 8(1) ക്ലോസ് എ ക്ലോസ് 3 പ്രകാരം ഇന്ത്യക്ക് ബംഗ്ലാദേശിന്റെ ആവശ്യം തീർച്ചയായും നിഷേധിക്കാൻ സാധിക്കും. ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിന് വിട്ടുകൊടുക്കാൻ ഇന്ത്യക്ക് നിയമപരമായി ഒരു ബാധ്യതയുമില്ല. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.